നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്ന് നമുക്ക് വളരെ കാമിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രാണായാമം നോക്കാം. സ്ട്രെസ് റിലീഫിനും ഹോർമോണൽ ബാലൻസിനും ഒക്കെയും സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ്. അനുലോമ വിലോമ എന്നാണ് പേര്. ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഓൾട്ടർനേറ്റ് പേര് പറയുന്ന പോലെ തന്നെ നോസ്ട്രൽസ് മാറ്റി മാറ്റി ബ്രീത്ത് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് ചെയ്യുക വഴി നമുക്കൊരു ബോഡി ബാലൻസ്, മൈൻഡ് വളരെ കാം ആൻഡ് സ്റ്റില്ലായി വരാൻ, അതുവഴി സ്ട്രെസ് റിലീഫ്, അതുവഴി ഹോർമോണൽ ബാലൻസ്, ലങ്സിന് വളരെ നല്ലതാണ്. ഇങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട് അനുലോമ വിലോമയ്ക്ക്. വളരെ കാമിങ് ആണ്, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതി ഈ പ്രാണായാമത്തിൽ ഇല്ല. പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിവതും നടു നിവർന്നിരിക്കാം. സപ്പോർട്ട് വേണമെങ്കിൽ കസേരയിൽ ചാരി ഇരുന്നിട്ടായാലും ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കാം. വയറൊഴിഞ്ഞിരിക്കുന്നത് നല്ലതാണ് യോഗ ചെയ്യുമ്പോൾ. വല്ലാതെ സ്ട്രെയിൻ എടുത്ത് ബ്രീത്ത് ചെയ്യാതെ അവരവരുടെ കംഫർട്ടിൽ നിന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പ്രാണായാമം ചെയ്യുമ്പോൾ പല പ്രാണായാമത്തിനും പല റൂൾസാണ്. അനുലോമ വിലോമ തുടങ്ങുക ഇടത് നോസ്ട്രലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇടത് നോസ്ട്രലിലാണ് അത് അവസാനിപ്പിക്കുക. നമ്മളൊരു മുദ്ര ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാണായാമം ചെയ്യുന്നത്. മുദ്ര എന്താണെന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ മുഷ്ടി പിടിക്കുക, പെരുവിരൽ പുറത്ത്, അവസാനത്തെ രണ്ട് വിരൽ പുറത്ത്, നടുവിരലും ചൂണ്ടുവിരലും ഇതുപോലെ മടക്കി വയ്ക്കാം. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മുദ്ര ആസന ഫോർ ദ ഫിംഗേഴ്സ് എന്നാണ് പറയുക. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇത് വിഷ്ണുവിൻ്റെ ശംഖു പോലെ വിഷ്ണു മുദ്ര എന്നാണ് പറയുക. ഇടത് കൈ പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് ചിൻമുദ്രയിൽ ഇതുപോലെ ഇടത് കൈ വയ്ക്കാം, വലത് കൈ വിഷ്ണു മുദ്രയിൽ. ഈ കൈ ഉപയോഗിച്ചാണ് നമ്മൾ നോസ്ട്രൽസ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലത് കൈയുടെ പെരുവിരൽ ഉപയോഗിച്ച് നമ്മളിതുപോലെ വലത് നോസ്ട്രൽ അടയ്ക്കും. ചെറുതായി അടയ്ക്കാനാ പാടും, അതിനെ ഞെക്കുമൊന്നും ചെയ്യരുത്, ചെറുതായിട്ട് അടയ്ക്കാം. അതുപോലെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ഇടത്, വലത്, ഇടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൈ ഉപയോഗിക്കുന്നത്. ഇനി ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എത്രയോ അതിൻ്റെ അളവ്, ആ ഒരു അളവിന് കൂടുതലായി വേണം, കഴിയുമെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ശ്വാസം പുറത്തേക്ക് വിടുന്നത് നന്നായി പുറത്തേക്ക് വിട്ടാലേ നമുക്ക് നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നന്നായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് ബോഡി റിലാക്സ് ആവുക. എക്സലേഷനും റിലാക്സേഷനും വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബ്രീത്ത് ചെയ്യുന്നത്. തനിയെ ചെയ്യുമ്പോൾ അവരവർക്ക് കഴിയുന്ന പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൗണ്ട് വെച്ച് ചെയ്യാം. 4 ഇൻഹലേഷൻ എടുക്കാം. 4 ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പാടില്ല. വളരെ സ്മൂത്തായിട്ട് മനസ്സിന് 4 എണ്ണുന്ന വരെ ശ്വാസം നിറച്ചു വരാം. പുറത്തേക്ക് വിടുമ്പോൾ 4 ആയതുകൊണ്ട് പുറത്തേക്ക് അതിന് ഇരട്ടി 8. അത് പതുക്കെ ചെയ്യണം. ഇങ്ങനെ വിട്ടാൽ 8 വരെ എത്തൂല. വളരെ സാവധാന നിയന്ത്രണത്തോടെ 8 വരെ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാലും ക്രമേണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ശരീരം പോലെ തന്നെയാണ് ശ്വാസവും, അത് യൂസ്ഡ് ആയിട്ട് അതൊപ്പം എത്തിക്കോളും. ഇടയിൽ നമ്മൾ ശ്വാസം കുറച്ചു നേരം, അതായത് ശ്വാസം എടുത്ത് കുറച്ചു നേരം ശ്വാസം നമ്മൾ പിടിച്ചു വയ്ക്കും. എന്നിട്ടാണ് ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പിടിച്ചു വെക്കുന്നത് നമ്മുടെ ഫോക്കസ് കൂടാനായിട്ടാണ്. നമ്മൾ ഫോക്കസ് വേണ്ട സമയത്ത് അറിയാതെ ശ്വാസത്തിൽ നിയന്ത്രണം വരുത്താറുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, അറിഞ്ഞോ അറിയാതെയും. ഇത് തിരിച്ചുപയോഗിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് ശ്രദ്ധ കൂട്ടാനായി ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ പൊട്ട് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ, പുരികത്തിൻ്റെ മധ്യത്ത് ശ്രദ്ധിക്കാം. കണ്ണുകൊണ്ട് ചുഴിഞ്ഞു നോക്കരുത്. ജസ്റ്റ് വളരെ വളരെ ന്യൂട്രലായിട്ടൊരു ജെന്റിൽ ഗേസ് ഈ ഭാഗത്തേക്ക് കൊടുക്കാം. ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോൾ ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു രീതി ഒന്നുകൂടി പറയാം. ഇടത് കൈ ചിൻമുദ്രയിൽ, വലത് കൈ വിഷ്ണു മുദ്രയിൽ, പെരുവിരലും അവസാനത്തെ 2 വിരലും തുറന്നു വയ്ക്കുക. താഴെ വെച്ച് നടു നിവർന്ന് കണ്ണടച്ച് നന്നായൊന്ന് ശ്വാസം ഉള്ളിലേക്ക്, നല്ലപോലെ പുറത്തേക്ക്. വലത് മൂക്ക് അടച്ച്, വലത് മൂക്കിൻ്റെ ദ്വാരം അടച്ച്, നോസ്ട്രൽ അടച്ച്, ഇടതുകൂടി അടച്ച് പിടിക്കാം. 2 നോസ്ട്രലും വലതുകൂടി പുറത്തേക്ക്, വലതൂടെ തന്നെ എടുക്കാം.
അടച്ച് ഇടതൂടെ പുറത്തേക്ക്. ഇതാണ് ഒരു റൗണ്ട്. നമ്മൾ തുടങ്ങുക ഇടതിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇൻഹലേഷൻ എത്രയാണോ അത് കഴിയുന്നത്ര എടുക്കുക, ഹോൾഡ് ചെയ്യുക, അതിനെ ഇരട്ടിയായിട്ട് പുറത്തേക്ക് വിടാം. അതുപോലെ അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് എടുക്കുക, ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് പുറത്തേക്ക്. ഹോൾഡ് ചെയ്യുന്നത് അവരവർക്ക് സാധിക്കുന്ന അത്രയും ഹോൾഡ് ചെയ്യാം കേട്ടോ. അതിനൊരു കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ 4 കൗണ്ട് ഇൻഹലേഷൻ, 16 കൗണ്ട് ഹോൾഡ് ചെയ്യാം, 8 കൗണ്ട് എക്സലേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും നന്നായി ശ്വാസം ഉള്ളിലേക്ക്, സാധിക്കുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക, കഴിയുന്ന അത്രയും നന്നായി ശ്വാസം പുറത്തേക്ക് വിടാം. അപ്പം ഇതാണ് അനുലോമ വിലോമ. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഞാനിപ്പോൾ പറയാം. ഇടത് കൈ ചിന്മുദ്രയിൽ, വലത് കൈ വിഷ്ണു മുദ്രയിൽ, നടുനിവർന്ന് കണ്ണടച്ച് നന്നായി ശ്വാസം ഉള്ളിലേക്ക്, നല്ലപോലെ ശ്വാസം പുറത്തേക്ക്. വലത് മൂക്ക് തള്ളവിരൽ പെരുവിരൽ കൊണ്ട് അടച്ച് ഇടതുകൂടി ശ്വാസം എടുക്കാം. 1, 2, 3, 4. അടച്ചു പിടിക്കാം 2 നോസ്ട്രലും. കൈമുട്ടു ചേർത്ത് നടു നിവാർന്ന് ഷോൾഡർ റിലാക്സ് ചെയ്തിരിക്കാം. ശ്രദ്ധ പുരികത്തിന്റെ മധ്യത്തിൽ. വലതൂടി പുറത്തേക്ക്. 1, 2, 3, 4, 5, 6, 7, 8. വലതൂടി എടുക്കാം. 1, 2, 3, 4. അടച്ചു പിടിക്കാം. ഇടതൂടി. 1, 2, 3, 4, 5, 6, 7, 8. ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഒരു റൗണ്ടാണ്. ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ 4 റൗണ്ട് 6 റൗണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സ്ട്രെസ് റിലീഫിനും ഹോർമോണൽ ബാലൻസിനും ഓവറോൾ ലങ്സിൻ്റെ ഹെൽത്തിനും എല്ലാം സഹായിക്കുന്ന വളരെ കാമിങ് ആയിട്ടുള്ള ഒരു പ്രാണായാമമാണ് അനുലോമ വിലോമ. ചെയ്തു നോക്കാം, അഭിപ്രായങ്ങൾ പറയാം കേട്ടോ.